ഹായ് ഓൾ, ഞാൻ നാട്ടിൽ വന്നിട്ട് ഇപ്പം 2.5 മാസത്തോളമായി. 2.5 മാസം കഴിഞ്ഞു. അപ്പോൾ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. ഇപ്പം റഷ്യയിലേക്ക് തിരിച്ചു പോകാനായി. കാരണം റഷ്യൻ പാസ്പോർട്ട് കിട്ടിയിട്ട് ആദ്യമായിട്ടാണ് ഇപ്പം നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ നാട്ടിൽ സ്റ്റേ ചെയ്യാൻ പറ്റുന്നത് മാക്സിമം 180 days ആണ്. കണ്ടിന്യൂ ആയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റും. 180 days കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വിസ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് എനിക്ക് ഇവിടുന്ന് ഇന്ത്യൻ്റെ ഏതെങ്കിലും ബോർഡർ ക്ലോസ് ചെയ്യണം. അതായത് നേപ്പാളിലേക്കോ ശ്രീലങ്കയിലേക്കോ അങ്ങനെ പോയിട്ട് അവിടെ നിന്ന് വിസ എക്സിറ്റ് ആയിട്ട് തിരിച്ച് വന്നിട്ട് പിന്നെയും കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ 180 days ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് ഞാൻ നാട്ടിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിനു മുമ്പായിട്ട് ചില ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബ്രോ റഷ്യയിൽ പോകുന്നതിന് മുമ്പായിട്ട് വേറെ ഏതെങ്കിലും രാജ്യത്ത് ജോലി ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് റഷ്യ ചൂസ് ചെയ്തു, എന്താണ് അവിടെ കണ്ടിന്യൂ ചെയ്യാതിരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ചില ആൾക്കാർ മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും മല്ലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഐ ഗെസ് എൻ്റെ പേര് ഇജാസ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ ഓൾറെഡി റഷ്യൻ സിറ്റിസണായി. ഇപ്പോൾ ഇവിടുത്തെ റഷ്യൻ പാസ്പോർട്ട് കയ്യിലുണ്ട്. ഇപ്പം റഷ്യൻ പാസ്പോർട്ട് ആയിട്ടാണ് നാട്ടിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ടൂറിസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇവിടെ നാട്ടിലൊരു റഷ്യൻ ടൂറിസ്റ്റായിട്ട് വന്നതുപോലെയാണ് ഇപ്പോൾ ഉള്ളത് ഇവിടുത്തെ സാഹചര്യം. അപ്പോൾ എന്തായാലും എനിക്ക് OCA കാർഡിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. OCA കാർഡ് എന്ന് വെച്ചാൽ NRI കാർഡാണ്. അതായത് അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലേക്ക് വേണമെങ്കിൽ വിസ വേണ്ട, തിരിച്ച് നമുക്ക് റഷ്യയിലേക്ക് പോകാനോ നാട്ടിലേക്ക് തിരിച്ചു വരാനോ വിസൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ലാൻഡ് വാങ്ങാനോ അങ്ങനെ പ്രോപ്പർട്ടി വാങ്ങാനൊക്കെ നമുക്ക് NRI ഈ കാർഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അല്ലാതെ ഈ കാർഡില്ലെങ്കിൽ നമുക്കിങ്ങനെ ലാൻഡ് വാങ്ങാനൊന്നും പറ്റില്ല. അപ്പം നമുക്ക് റഷ്യൻ പാസ്പോർട്ട് ഉള്ളത് കാരണം റഷ്യനിൽ കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും, റഷ്യക്കാർക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും എനിക്കും കിട്ടുമെന്നുള്ളതാണ് മറ്റൊരു ബെനിഫിറ്റ്. കാരണം ഇന്ത്യൻ പാസ്പോർട്ട് ഞാൻ ഓൾറെഡി സറണ്ടർ ചെയ്തു. അപ്പോൾ ഇന്ത്യൻ പാസ്പോർട്ട് ഇനി യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് വേറെ രാജ്യത്തേക്ക് ഫ്ലൈ ചെയ്യണമെങ്കിൽ റഷ്യൻ പാസ്പോർട്ട് ഉപയോഗിച്ച് മാത്രമേ എനിക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത് അതല്ല സംഭവം. ചില ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബ്രോ ഇതിന് മുമ്പായിട്ട് വേറെ രാജ്യത്ത് എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ, റഷ്യയിലല്ലാതെ വേറെ ഏതെങ്കിലും രാജ്യത്ത് സഞ്ചരിച്ചിട്ടുണ്ടോ? ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ്. ആ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ മലേഷ്യ, അതുപോലെ തന്നെ ദുബായ്, സിംഗപ്പൂർ, ഇന്തോനേഷ്യ, തായ്ലൻഡ് അങ്ങനെയുള്ള ഒരുപാട് രാജ്യങ്ങൾ ഓൾറെഡി സഞ്ചരിച്ചിട്ടുള്ള ഞാൻ കൂടുതൽ ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ട്രാവലിംഗ് വളരെ ഒരു ക്രൈസാണ് ട്രാവലിങ്ങിനോട്. അതുപോലെ തന്നെ റഷ്യക്കാർ സഞ്ചരിക്കാത്ത സ്ഥലങ്ങൾ പോലും ഞാൻ സഞ്ചരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ചില റഷ്യക്കാരൊക്കെ, എല്ലാവരും അല്ല, ചില ആൾക്കാർ ഇപ്പോഴും അവിടുത്തെ ആളുകൾ പോലും സഞ്ചരിക്കാത്ത റഷ്യൻ്റെ പല ഒബ്ലാസ്റ്റും ഞാൻ ഓൾറെഡി സന്ദർശിച്ചിട്ടുണ്ട്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഒബ്ലാസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റേറ്റ് ആണ്. റഷ്യൻ്റെ സ്റ്റേറ്റിനാണ് ഒബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അതായത് റഷ്യയിൽ ഞാൻ പല സ്റ്റേറ്റിലും സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ നിന്ന് ആന്ധ്ര, തമിഴ്നാട്, അങ്ങനെ ഒരുപാട് സ്റ്റേറ്റ് ഉണ്ടല്ലോ. അങ്ങനെ അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് പോകുന്ന പോലെ അതുപോലെ തന്നെ ഞാൻ റഷ്യൻ്റെ ഒരുപാട് സ്റ്റേറ്റുകൾ സഞ്ചരിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി കോസ്ത്രമാ, നിജ്നി നോവഗോറോഡ്, മോസ്കോ, സെൻറ്റ് പീറ്റേഴ്സ്ബർഗ്, മൂർമാൻസ്ക് അങ്ങനെയുള്ള ഒരുപാട് സോച്ചി അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ റഷ്യൻ്റെ സന്ദർശിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം ആ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് ദുബായിൽ ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ഞാൻ ദുബായിൽ വർക്ക് വിസ കിട്ടിയിട്ട് പോയതല്ല. ഞാൻ വിസിറ്റിംഗ് വിസയിൽ ഒരു 2-3 പ്രാവശ്യം ദുബായ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലൊരു ബെനിഫിറ്റ് എനിക്ക് ഉണ്ടായിട്ടില്ല. വെറുതെ കുറേ കാലം ഞാൻ അവിടെ പോയിട്ട് ജോബിനൊക്കെ അപ്ലൈ ചെയ്യുന്നതല്ലാതെ ആരും ജോബിൻ്റെ മറ്റേ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള കാർഡും കാര്യങ്ങളും നമ്മൾ CV കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരുപാട് പൈസ ചിലവാക്കി CV ഒക്കെ ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ വിളിക്കാമെന്ന് പറയുന്നതല്ലാതെ അവരങ്ങനെ വിളിക്കാറൊന്നുമില്ല. ഞാൻ അതിൻ്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊന്നും ഇപ്പം ഫോർ എക്സാമ്പിൾ ദുബായിലൊക്കെ ഒരു ജോബ് കിട്ടണമെങ്കിൽ റെക്കമെൻഡേഷൻ ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് ജോബ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ദുബായിലൊരു അവസ്ഥ എന്താണെന്ന് അറിയാം. അപ്പോൾ ഇപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ദുബായിൽ പോയിട്ട് ജോബൊന്നും കിട്ടാതെ നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ ചില ജോബുകളൊന്നും എനിക്ക് സൂട്ടബിൾ അല്ലായിരുന്നു. കാരണം എനിക്ക് അത്രയും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ജോബും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്കാണെങ്കിൽ കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന ജോബ് എന്നൊക്കെ കുറച്ച് ടൂറിസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്ലേസിൽ അങ്ങനെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള, കാരണം വെച്ചാൽ കുറച്ച് നല്ലൊരു ബെസ്റ്റ് ഏരിയയിലൊക്കെ നോക്കിയിട്ട് ഞാൻ കൂടുതൽ ജോബൊക്കെ സെലക്ട് ചെയ്ത് എനിക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് എനിക്ക് കൂടുതൽ ടൗൺ ഏരിയയിൽ, സിറ്റി ഏരിയയിൽ അങ്ങനത്തെ ജോബ് കുറച്ചും കൂടി എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി കോൺഫിഡൻസ് അങ്ങനെയുള്ള നല്ല ഏരിയയിലൊക്കെയാണ്. അപ്പോൾ അതിനുശേഷമാണ് നാട്ടിലേക്ക് വരുന്നത്. അങ്ങനെ നാട്ടിലേക്ക് വന്നതിന് ശേഷം ഞാൻ
ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ജോബൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. നാട്ടിൽ വന്നിട്ട് എനിക്ക് ഒരു ഫോർച്ചുനേറ്റ്ലി എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി റഷ്യയിലേക്ക്. അങ്ങനെയാണ് ഞാൻ റഷ്യയിലേക്ക് കയറി വരുന്നത്, അവിടെ സെറ്റിൽ ആവുന്നതും. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് നമുക്കൊരു ഗ്രീൻ കാർഡ് കിട്ടുന്നത് വരെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഗ്രീൻ കാർഡ് എന്ന് പറഞ്ഞാൽ റഷ്യൻ പെർമനന്റ് റെസിഡൻസിയാണ്. ഈ പെർമനന്റ് റെസിഡൻസി കിട്ടുന്നതിന് മുമ്പിലായിട്ട് നമുക്ക് ടിആറിനൊക്കെ വേണ്ടി അപ്ലൈ ചെയ്യും. ടിആറിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളെ ഒരുപാട് ഡോക്യുമെന്റ്സ് നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ PR കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ ജോബ് എന്ത് കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നല്ലൊരു ഹൈ ലെവൽ ജോബാണോ പ്രൊഫഷണൽ ജോബാണോ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് PRന് ശേഷം റഷ്യൻ പാസ്പോർട്ടിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മുടെ എല്ലാ ഡീറ്റെയിലും നമ്മുടെ മൊത്തം ഡീറ്റെയിൽസ് മൊത്തം നമ്മൾ റഷ്യൻ ഗവൺമെൻറ് നമ്മൾ ജനിച്ചത് മുതൽ അന്ന് വരെയുള്ള കാര്യങ്ങൾ, നമ്മൾ എവിടെ പഠിച്ചു, എന്ത് ചെയ്തു, ഏതൊക്കെ രാജ്യത്ത് സഞ്ചരിച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മളൊരു ഡോക്യുമെൻ്റ് പോലെ, അതായത് ഒരു ലിസ്റ്റായിട്ട് ഫുള്ള് എഴുതിയതിന് ശേഷം റഷ്യൻ ഗവൺമെൻറ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവർ ചെക്ക് ചെയ്തതിന് ശേഷം ഇതൊക്കെ ഓക്കെ ആണോ, ഇന്ന് നമ്മുടെ SSLC ബുക്ക്, അതുപോലെ തന്നെ നമ്മുടെ +2 സർട്ടിഫിക്കറ്റ്, നമ്മൾ പോയ രാജ്യത്തിൻ്റെ ഡേറ്റ്, അതിൽ ഏതൊക്കെ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ രാജ്യത്ത് വിസ എക്സിറ്റും എൻട്രി ചെയ്തിട്ടുണ്ട്, എക്സിറ്റും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം മാത്രമാണ് നമുക്കത് റഷ്യൻ പാസ്പോർട്ട് അലോഡ് ചെയ്ത് തരത്തുള്ളൂ. അപ്പോൾ റഷ്യൻ പാസ്പോർട്ടിന് മുമ്പായിട്ട് നമുക്ക് വരുന്നത് PR-ഉം അങ്ങനെയുള്ള കാര്യങ്ങൾ. PR കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ഒരുപാട് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ റഷ്യയിലുണ്ട്. PR കിട്ടാൻ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈസി ആയിട്ട് PR റഷ്യയിൽ കിട്ടില്ല, കുറച്ച് ഡിഫിക്കൽട്ടാണ്. നമ്മൾ ഏജൻസിക്കാർ പറയുന്ന പോലെ അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ച് കാലം നിന്ന് കഴിഞ്ഞാൽ PR-ന് വേണ്ടി അപ്ലൈ ചെയ്യുക, അങ്ങനെയൊന്നും പറ്റത്തില്ല. അതൊക്കെ അതിന് ഒരുപാട് ഭയങ്കര അതിൻ്റെ ഫോർമാലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നിങ്ങളതിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ റഷ്യൻ TR-നെ കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രീവിയസ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ റഷ്യൻ TR-നെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ ഞാൻ മലേഷ്യ, പിന്നെ ദുബായ് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊന്നും പോയിട്ടൊരു കാര്യമില്ല, വെറുതെ വേസ്റ്റാണ്, ടൈം കുറേ വേസ്റ്റാക്കി. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ജോബും കിട്ടത്തില്ല, ഒരു വെറുതെ നമ്മൾ പറഞ്ഞ ജോബല്ലായിരിക്കും. അതുപോലെ തന്നെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പല ആൾക്കാരും മൈൻഡ് വേറൊരു മെൻറ്റാലിറ്റിയുള്ള ഒരു ആൾക്കാരായിരുന്നു. ഞാൻ പണിയെടുത്ത ആൾക്കാരൊക്കെ വളരെ എല്ലാവരും അല്ല, അതിൽ ചില ആൾക്കാരൊക്കെ മൈൻഡൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെൻറ്റാലിറ്റിയുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൽ ഞാൻ എന്നാലും നമ്മൾ അങ്ങനെ പണിയെടുത്തിട്ടില്ല പറയുന്നില്ല, ഞാൻ പല മേഖലകളിലും ഒക്കുപേഷനിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് റഷ്യൻ ജോബായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു ഫ്രീഡവും കാര്യങ്ങളൊക്കെ ആ ജോബിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ റഷ്യ ചൂസ് ചെയ്യാനുള്ള കാരണം. അല്ലാതെ മറ്റു രാജ്യത്ത് പോയിട്ട് എനിക്കത്ര ആ ഒരു കംഫർട്ടബിളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ ആരും നമ്മൾ ഉദ്ദേശിച്ച ജോബിലൊന്നും ആരും നമ്മളെത്ര പഠിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും ഒരു കാര്യമില്ല. നമ്മൾ ഉദ്ദേശിച്ച ജോബൊന്നും ആരും തരാൻ വേണ്ടി തയ്യാറായിരുന്നില്ല ആ സമയത്തൊക്കെ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അത് നമുക്ക് എന്താണ് വിധിച്ചിട്ടുള്ളത് അതേ നടക്കത്തുള്ളൂ ലൈഫ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഒരു ജോബ്, ഞാൻ റഷ്യയിലാണ്, ഞാൻ ഒരിക്കലും സ്വപ്നം പോലും കണ്ടിട്ടില്ല റഷ്യയിൽ പോകാൻ പറ്റും, അവിടെ ഒരു ജോബ് കിട്ടുമെന്നുള്ളത്. ഞാനൊക്കെ പോകുന്ന സമയത്ത് മലയാളികളൊക്കെ പൊതുവെ കുറവായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യത്തിന് അവിടെ എത്തിപ്പെടാനും അവിടെ ഒരു ജോബ് കിട്ടാനും എന്തോ ദൈവം സഹായിച്ച് അതിന് സാധിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പം അല്ലാതെ ദുബായ് അങ്ങനെ ഒഴിവാക്കി പോയതെന്നല്ല, എനിക്ക് വേണമെങ്കിൽ എപ്പോഴും വേണമെങ്കിൽ ദുബായ് വിസിറ്റ് ചെയ്യാം. അതിന് വിസൻ്റെ ഒന്നും ആവശ്യമില്ല. റഷ്യൻ പാസ്പോർട്ട് ഉള്ളത് കാരണം ഒരുപാട് രാജ്യങ്ങൾ നമുക്ക് ഫ്രീ എൻട്രി ആണ്, അതായത് വിസ ഇല്ലാതെ സന്ദർശിക്കാൻ പറ്റും. ആ വിസ ഇല്ലാതെ സന്ദർശിക്കാൻ പറ്റുന്ന രാജ്യങ്ങളെ കുറിച്ചുള്ള ഒരു വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ ചെയ്യാം. അതായത് റഷ്യക്കാർക്ക് ഏതൊക്കെ രാജ്യങ്ങൾ ഇപ്പം വിസ ഫ്രീ ആയിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് പറയാം. ഇപ്പം GCC രാജ്യങ്ങളിലേക്കൊന്നും വിസ വേണ്ടെന്ന് തോന്നുന്നു, ഖത്തർ അങ്ങനെയുള്ള സ്ഥലങ്ങൾ, ദുബായിലേക്കും വിസ വേണ്ട, അതുപോലെ തന്നെ ജോർജിയ അങ്ങനെയുള്ള ഒരുപാട് രാജ്യങ്ങൾക്ക് വിസ വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള പുതിയ അറിവുമായിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.